ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു മെഹന്തി കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് പൂക്കാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോമ്പറ്റീഷൻ. അവിടെ അൽഫ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ പാരാമെഡിക്കൽ അക്കാഡമി ഉണ്ട്. അപ്പോൾ അവർ നടത്തുന്നൊരു കോമ്പറ്റീഷനാണിത്. ഉച്ചക്ക് 1:30ക്കാണ് കേട്ടോ കോമ്പറ്റീഷൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ മൈലാഞ്ചി ഇടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെന്നപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആകെ ഒരു വിറയലും വേജാറും ഒക്കെയാണ് കേട്ടോ. ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൈ വിറയലോട് വിറയലാവും. ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാവർക്കും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈന് ഇട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസൈനൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ ടൈം വെച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേട്ടാലും ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അതായത് മൈലാഞ്ചി ഇടാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര വരും. അത് അങ്ങനെയാണ്. നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എത്ര ദൂരെയാണെങ്കിലും നമ്മൾ ആ കോമ്പറ്റീഷന് എത്തിയിരിക്കും. എൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ അങ്ങനെ. നമ്മൾ ആ കോമ്പറ്റീഷൻ്റെ ഒരു പോസ്റ്റർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാവും കേട്ടോ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരിക. അത് ഇത്ര ലോങ് ആണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറവാണല്ലോ, ഇനി പ്രൈസ് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷേ അതിൽ പങ്കെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ടൈമാണ് കേട്ടോ ഇത്. ജഡ്ജ് ആരാന്ന് വെച്ചാൽ മെഹന്തി ബൈ ഷെബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിലെ ആ ഹെന്ന ആർട്ടിസ്റ്റാണ് കേട്ടോ. ഷെബിനാണ് നമ്മളെ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ മെഹന്തി കോമ്പറ്റീഷന്, അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻറ്റ് കുറച്ച് ടഫായിരിക്കും. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിട്ട ഡിസൈനാണ് കേട്ടോ. അത് ഷെബിനപ്പം തന്നെ ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വന്നു കേട്ടോ, എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള. അങ്ങനെ ഒരു 3-4 പേരുടെ കയ്യിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും പ്രൈസ് എന്ന് നമുക്കൊരു മുൻധാരണ ഉണ്ട്. എന്ന് വെച്ചിട്ട് നമുക്കൊരു ഓവർ എക്സ്പെക്റ്റേഷനോ ഓവർ കോൺഫിഡൻസോ ഒന്നും ഇല്ലാതിരിക്കണം കേട്ടോ നല്ലത്. കാരണം നമ്മളെക്കാൾ ബെറ്ററായിട്ട് ഇട്ട ഡിസൈന് ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അതുമല്ല, ജഡ്ജസിൻ്റെ കണ്ണിൽ ഏതാണ് നല്ലതെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാ കോമ്പറ്റീഷന് പോയാലും ജഡ്ജ്മെൻറ്റിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നാണ് എല്ലാ കോമ്പറ്റീഷനിലും പറയാറുള്ളത്. തേർഡ് പ്രൈസ് വരുന്നത് നമ്മുടെ ചെസ് നമ്പർ 46 മുഞ്ചിത ഷെറി. സെക്കൻഡ് പ്രൈസ് വരുന്നത് ചെസ് നമ്പർ 18 മൂസിയ. ആൻഡ് ഫസ്റ്റ് പ്രൈസ് അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൈസാണ് കേട്ടോ കിട്ടിയത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. പിന്നെ ഈ വീഡിയോ കാണുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് മെഹന്തി കോമ്പറ്റീഷന് ഫസ്റ്റ് ഒന്നും പോകുമ്പോൾ പ്രൈസൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ഒരുപാട് കോമ്പറ്റീഷന് പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറേ പോകുമ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടും. അത് ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക് ആക്കുന്നത് എപ്പോഴും നമ്മുടെ പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങളായിരിക്കും. കിട്ടാത്ത കാര്യങ്ങൾ ആരും ഷെയർ ചെയ്യൂല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരിക്കൽ സക്സസ് ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ കേട്ടോ. അങ്ങനെ നമുക്ക് ക്യാഷ് പ്രൈസും മൊമെൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ആ ഒരു മൈൻഡിൽ തന്നെ മുന്നോട്ട് പോവുക, പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും. അതേപോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം വിജയം നമുക്ക് ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക കേട്ടോ. അതിപ്പോൾ ഇനി ഞാനായാലും വേറെ ആരായാലും നമുക്ക് കിട്ടിയ വിജയങ്ങൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സന്തോഷമുള്ളൂ. തോൽവികൾ ആരും പറയൂലല്ലോ പബ്ലിക്കായിട്ട്. അപ്പോൾ അത്രേ വിചാരിച്ചാൽ മതി. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സക്സസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിട്ട ഡിസൈന്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫസ്റ്റും തേർഡും കിട്ടിയ ഡിസൈനും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഡിസൈന്. ദെൻ ഇത് തേർഡ് കിട്ടിയിട്ടുള്ള ഡിസൈനും. ഇനി അവിടെ കണ്ടതിൽ വെച്ചിട്ട് അക്കൂട്ടത്തിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇട്ടത്. എന്തെങ്കിലും പ്രൈസ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഡിസൈനാണിത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഇതിനൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ സങ്കടം തോന്നി. കാരണം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ളൊരു ഡിസൈനാണിത്. പിന്നെ നമ്മുടെ കണ്ണിലല്ലോ ആ ഒരു ഇതിരിക്കണത്. ജഡ്ജസ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. എന്താണെന്നറിയില്ല, എന്തായാലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ നമുക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കഫേയിൽ കയറി. അങ്ങനെ അവിൽ മിൽക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എവിടെ പോയാലും അവിൽ മിൽക്കിനാണ് ഫസ്റ്റ് സ്ഥാനം വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ, എൻ്റെ നൈബറാണ് കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്, അവളും ഞാനും അവിൽ മിൽക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെഹന്തി കോമ്പറ്റീഷന് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് കാണാം. ബൈ.